കോൺഗ്രസിന്റെ നേതൃത്വവും മുസ്ലിം ലീഗിന്റെ കട്ട സപ്പോർട്ടും കൂട്ടായി നിന്നപ്പോൾ അത് കേവലം ഒരു സഖ്യമായി മാത്രമല്ല മാറിയത്, ജനങ്ങളുടെ വിശ്വാസം നേടിയ, പ്രതീക്ഷകൾ കാക്കാൻ കഴിയുന്ന ഒരു ശക്തിയായാണ് UDF എന്ന സഖ്യം മാറിയത്. വർഷങ്ങളായി നിലനിൽക്കുന്ന രാഷ്ട്രീയ പാരമ്പര്യം, ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം, ഇതൊക്കെ തന്നെയാണ് UDFനെ വലിയൊരു ശക്തിയാക്കി ഇതിനോടകം തന്നെ മാറ്റിയിട്ടുള്ളത്. ജനവിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്താത്ത, തങ്ങളുടെ കോട്ടകൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്ന മുസ്ലിം ലീഗ് തന്നെയാണ് UDFന്റെ ബാക്ക് ബോൺ. കേരള രാഷ്ട്രീയം ഒരു നിർണായക വഴിത്തിരിവിലേക്കാണ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ തെരഞ്ഞെടുപ്പും മാറ്റങ്ങൾ കൊണ്ടുവരും. പക്ഷേ ഇത്തവണ സംഭവിക്കാൻ പോകുന്നത് കേവലം മാറ്റം മാത്രമല്ല, ഒരു പുതിയ യുഗം തന്നെയാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. 80 സീറ്റുകൾ ഇതിനോടകം തന്നെ UDFന് അനുകൂലമായിട്ട് കേരളത്തിൽ വരുമെന്നാണ് വ്യക്തിപരമായിട്ടുള്ള നിരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. നിലവിലെ പല മന്ത്രിമാരുടെയും ഉരുക്കുകോട്ടകൾ തകർന്ന് തരിപ്പണമാവുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിൽ പ്രമുഖരാണ് വീണ ജോർജ്, MP രാജേഷ്, റോഷി അഗസ്റ്റിൻ. ഇത്തരം ശക്തരായ നിലവിലെ മന്ത്രിമാർ കൂടിയായ ആളുകൾ അവർ ഒരുക്കി വെച്ചിരിക്കുന്ന, അവർ കെട്ടിപ്പൊക്കിയ കോട്ടകൊത്തളങ്ങളിൽ അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് UDF പുതിയ ചരിത്രം രചിക്കുമെന്ന് തന്നെയാണ് വ്യക്തിപരമായിട്ടുള്ള നിരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. കേരളത്തിലാകെ വലിയ മാറ്റത്തിന്റെ കാറ്റ് വീശുന്നുണ്ടോ? തീർച്ചയായിട്ടുമുണ്ട്. കേവലം ഒരു കാറ്റ് മാത്രമല്ല, വരാൻ പോകുന്ന രാഷ്ട്രീയ യുഗത്തിന്റെ തുടക്കം കൂടിയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എത്തരത്തിലാണ് UDF 100 സീറ്റുകളിലധികം നേടിക്കൊണ്ട് കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ തിരിച്ചെത്തുക എന്നുള്ള ഒരു നിരീക്ഷണമാണ്. എവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നിലവിൽ ഇടതുപക്ഷം വിജയം ഉറപ്പിച്ച 3 മന്ത്രിമാർ, അതായത് വീണ ജോർജ്, റോഷി അഗസ്റ്റിൻ, MP രാജേഷ്, ഈ 3 മന്ത്രിമാരുൾപ്പെടെയുള്ള പല കേന്ദ്രങ്ങളിലും LDFന് വലിയ രീതിയിലുള്ള വിജയിക്കുമെന്നുള്ള വിശ്വാസമുണ്ട്. എന്നാൽ ഈ 3 മന്ത്രിമാരുൾപ്പെടെയുള്ള LDFന്റെ പല കോട്ടകളും തകർന്ന് തരിപ്പണമാകുമെന്നാണ് വ്യക്തിപരമായിട്ടുള്ള നിരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതായാലും 80 സീറ്റുകളിൽ അധികം UDF ഇതിനോടകം തന്നെ വിജയിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ ചെങ്കോട്ടയായ ആലപ്പുഴയിലും തൃശ്ശൂരിലും പൊതുവെ ന്യൂട്രലായി പൊളിറ്റിക്സ് പറയുന്ന പാലക്കാടും UDFന് അനുകൂലമായിട്ടുള്ള കാറ്റാണ് നിലവിൽ വീശിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. UDF തരംഗത്തിന്റെ വ്യാപ്തി കൂടുന്നതനുസരിച്ച് ഈ ജില്ലകളിലൊക്കെ സീറ്റ് വർധനയ്ക്കും സാധ്യതയുണ്ട്. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം വരുന്നത്. 100-ൽ കൂടുതൽ സീറ്റുകൾ നേടിക്കൊണ്ട് UDF അധികാരത്തിൽ വരുമെന്നുള്ള നമ്മുടെ വിലയിരുത്തൽ വരുന്നത് ഈ കാറ്റ് എത്രത്തോളം ശക്തിയോടെയാണ് വീശാൻ പോകുന്നത് എന്ന പോയിന്റിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ കോവളം നിലനിർത്താൻ സാധിക്കും. അതുപോലെ തന്നെ വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നെയ്യാറ്റിൻകര, അരുവിക്കര എന്നീ മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് UDF ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെയും UDF വലിയ അത്ഭുതങ്ങൾ കാണിക്കും, വിജയിക്കുകയും ചെയ്യും. ഉറപ്പായിട്ടും വിജയിക്കുകയും ചെയ്യും. കടുത്ത ത്രികോണ മത്സരം നടക്കുന്ന കാട്ടാക്കടയിൽ ചെറിയ ഭൂരിപക്ഷത്തിനെങ്കിലും UDF വിജയിച്ച് കയറുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ നേമം, കഴക്കൂട്ടം പോലുള്ള BJPക്ക് ശക്തമായിട്ടുള്ള ഏരോട്ടമുണ്ട മണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷം നേടാൻ സാധിക്കില്ലെങ്കിലും വലിയ രീതിയിലുള്ള മുന്നേറ്റം UDFന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു പക്ഷേ അത് ചെറിയ മാർജിനിലുള്ള ഒരു വിജയം തന്നെയായി പരിവർത്തനപ്പെടാനും സാധ്യതയുണ്ട്. കൊല്ലം ജില്ലയിലേക്ക് വന്നാൽ കുണ്ടറയിലും കരുനാഗപ്പള്ളിയിലും UDF ആ സീറ്റ് നിലനിർത്താൻ സാധിക്കും. മാത്രമല്ല കൊല്ലം മണ്ഡലം ബിന്ദു കൃഷ്ണ എന്ന അതിശക്തയായ വനിതാ നേതാവിലൂടെ UDF പിടിച്ചടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതുപോലെ തന്നെ കുന്നത്തൂർ, ചവറ മണ്ഡലങ്ങൾ UDF തിരികെ പിടിച്ചിരിക്കുമെന്നുള്ള കാര്യത്തിലും ഒരു സംശയവും വേണ്ട. ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പറഞ്ഞ മേഖലകളിൽ UDF ഇതിനോടകം തന്നെ നടത്തി കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കൊട്ടാരക്കര, പത്തനാപുരം മണ്ഡലങ്ങളിൽ കടുത്ത മത്സരം UDFന് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ തന്നെ പത്തനാപുരം എന്ന KB ഗണേഷ് കുമാറിന്റെ കോട്ട ഇത്തവണ പൊളിച്ചടുക്കി ജ്യോതികുമാർ ചാമക്കാല എന്ന UDFന്റെ ശക്തനായ പോരാളി അത്ഭുതം സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുപോലെ തന്നെയാണ് കൊട്ടാരക്കരയും സംഭവിക്കുന്നത്. കൊട്ടാരക്കരയിൽ ഐഷ പൊറ്റിയിലൂടെ UDF വലിയ വിപ്ലവമാണ് സൃഷ്ടിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആലപ്പുഴയിൽ അമ്പലപ്പുഴയിലാണ് UDFന്റെ വലിയ മാജിക് സംഭവിക്കാൻ പോകുന്നത്. G സുധാകരൻ എന്ന മുൻ LDF നേതാവിലൂടെ UDF ഇത്തവണ അമ്പലപ്പുഴ മണ്ഡലം പിടിച്ചെടുക്കുമെന്നും ഹരിപ്പാട് നിലനിർത്താൻ രമേശ് ചെന്നിത്തല എന്ന UDFന്റെ സമോന്നത നേതാവിന്റെ പ്രകടനത്തിലൂടെ നിലനിർത്താൻ സാധിക്കുമെന്നും അരൂര്, കുട്ടനാട് പോലുള്ള മണ്ഡലങ്ങളിൽ UDF എന്തായാലും വിജയിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ വിലയിരുത്തൽ. കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം UDFന്റെ കരുത്തുറ്റ ഒരു കോട്ട തന്നെയാണ് കോട്ടയം. പുതുപ്പള്ളി, കോട്ടയം, കടുത്തുരുത്തി, പൂഞ്ഞാർ, ചങ്ങനാശ്ശേരി എന്നീ മണ്ഡലങ്ങളിൽ വലിയ രീതിയിലുള്ള ഭൂരിപക്ഷത്തിലെ UDF കോട്ടയത്തെ പ്രകടനം ഗംഭീരമാക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പല മണ്ഡലത്തിൽ മാണി സി കാപ്പന് ചെറിയ രീതിയിലുള്ള മുൻതൂക്കമുണ്ട്.
ഏറ്റുമാനൂരിലും വിജയ പ്രതീക്ഷ ഒട്ടും കുറവല്ല. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ വ്യക്തമായിട്ടുള്ള UDF തരംഗം ഇടുക്കിയിൽ എന്തായാലും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇവിടെയാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ എന്ന സ്ഥാനാർത്ഥി പരാജയപ്പെടുമെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പിക്കുന്നത്. മണ്ഡലത്തിൽ നിന്നും ജനങ്ങളിൽ നിന്നും പൂർണ്ണമായി അകന്നു നിന്ന മന്ത്രി ഇത്തവണ വലിയ തോൽവിയാണ് ഇതിനോടകം തന്നെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഏകദേശം ഉറപ്പായ കാര്യവുമാണ്. ഇടുക്കി മണ്ഡലം ഇത്തവണ UDF പിടിച്ചെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുപോലെ തന്നെ അപ്പു ജോസഫിലൂടെ തൊടുപുഴയും പീരുമേടും UDF വലിയ വിജയം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പത്തനംതിട്ടയിൽ കോന്നി ഒഴികെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായിട്ടുള്ള UDF തരംഗം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ജില്ലയിലെ ആറന്മുളയിലാണ് UDF ഏറ്റവും വലിയ വിജയം നേടാൻ പോകുന്നത്. ആറന്മുളയിൽ ഇടതുപക്ഷത്തിനായി മത്സരിക്കുന്നത് നിലവിലെ ആരോഗ്യമന്ത്രിയായ വീണ ജോർജ് ആണ്. എതിർ സ്ഥാനാർത്ഥിയായി UDFന്റെ ഭാഗത്തുള്ളത് അബിൻ വർക്കി എന്ന കരുത്തനായ ചെറുപ്പക്കാരനായ UDFന്റെ പോരാളിയാണ്. ഇതിനോടകം തന്നെ അബിൻ വർക്കി ആറന്മുളയിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞു എന്നാണ് ഗ്രൗണ്ട് ലെവലിലുള്ള റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്. എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കോട്ടയം കഴിഞ്ഞാൽ ഒരു UDF കോട്ട എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എറണാകുളമാണ്. എറണാകുളം ജില്ലയിൽ കളമശ്ശേരി ഒഴികെയുള്ള എല്ലാ സീറ്റുകളിലും UDF തൂത്തുവാരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വൈപ്പിൻ, കൊച്ചി, തൃപ്പൂണിത്തുറ, കോതമംഗലം തുടങ്ങിയ മണ്ഡലങ്ങളിൽ കടുത്ത മത്സരമുണ്ടെങ്കിലും അതൊന്നും UDFനെ ബാധിക്കുകയോ UDFനെ ഒരു പരാജയത്തിലേക്ക് എത്തിക്കുകയോ ഇല്ല എന്നും മാത്രമല്ല ഈ മണ്ഡലങ്ങളിലൊക്കെ UDF വിജയിച്ച് കയറുമെന്ന് തന്നെയാണ് നമുക്ക് വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ചാലക്കുടി, തൃശൂർ, മണലൂർ മണ്ഡലങ്ങൾ എന്തായാലും UDF എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒരു അനുകൂല തരംഗമുണ്ടെങ്കിൽ കുന്നംകുളവും ഗുരുവായൂരും അടക്കം പല കോട്ടകളും UDF തകർത്ത് തൂത്തുവാരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പാലക്കാട് ജില്ലയിൽ പാലക്കാട്, മണ്ണാർക്കാട് എന്നീ സീറ്റുകൾ UDF നിലനിർത്തുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. പാലക്കാട്ട് വലിയ രീതിയിൽ ഫൈറ്റ് നടക്കുന്നു എന്ന തോന്നലുണ്ടാക്കാനൊക്കെ ബി.ജെ.പിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരു വിജയത്തിലേക്ക് എത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. രമേശ് പിഷാരടി പാലക്കാടിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ UDFന്റെ പ്രവർത്തകർക്കോ നിഷ്പക്ഷമായി ഈ വോട്ടിനെ വിലയിരുത്തുന്നവർക്കോ സംശയം വരേണ്ട ഒരു കാര്യവുമില്ല. മാത്രമല്ല ഈ ജില്ലയിലാണ് തൃത്താലയിൽ നിന്ന് നിലവിലെ മന്ത്രിയായ MP രാജേഷ് പരാജയപ്പെടുകയും തൃത്താലയിൽ നിന്ന് VT ബൽറാം എന്ന UDFന്റെ ശക്തനായ പോരാളി വിജയിച്ചു വരികയും ചെയ്യുക. മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു മത്സരമില്ല എന്ന് തന്നെ നമുക്ക് പറയാം. 16 മണ്ഡലങ്ങളുള്ള മലപ്പുറം UDFന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ്. ഒരു മത്സരമുണ്ട് എന്നുള്ള തോന്നിപ്പിക്കൽ പോലും ഇടതുപക്ഷത്തിന് മലപ്പുറത്ത് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. മാത്രമല്ല നിലവിലെ ഇടതുപക്ഷത്തിന്റെ 2 സീറ്റുകളായ തവനൂർ, പൊന്നാനി എന്നീ 2 മണ്ഡലങ്ങളും അതിൽ തവനൂർ മണ്ഡലം എന്തായാലും UDF പിടിച്ചെടുക്കുമെന്നും പൊന്നാനിയിൽ വലിയ മത്സരം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നും ഒരു പക്ഷേ UDF തരംഗത്തിൽ ചെറിയ മാർജിനൽ ആണെങ്കിൽ പോലും പൊന്നാനിയും പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം, മലപ്പുറം ജില്ലയിലെ മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫൈറ്റ് പോലും ഇല്ലാത്ത മണ്ഡലമാണ്. ഇവിടുത്തെ മത്സരം എന്ന് പറയുന്നത് ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികൾ തമ്മിൽ ആരാണ് UDFന്റെ ഏത് സ്ഥാനാർത്ഥിയാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടുക എന്നുള്ള കാര്യത്തിലേക്ക് മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. ഇടതുപക്ഷത്തിനോ എതിർപക്ഷത്ത് നിൽക്കുന്ന ഏതൊരു പാർട്ടിക്കോ യാതൊരു റോളും മലപ്പുറത്ത് ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. മലപ്പുറം എന്ന് പറഞ്ഞാൽ UDFന്റെ ഉരുക്കുകോട്ടയാണ്. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം പേരാവൂർ, ഇരിക്കൂർ ഈ 2 മണ്ഡലങ്ങളും UDFന് നിലനിർത്താൻ സാധിക്കുമെന്ന് മാത്രമല്ല കണ്ണൂർ മണ്ഡലം പിടിച്ചെടുക്കാനും ഇത്തവണ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ മന്ത്രി OR കേളു പരാജയപ്പെടുകയും വയനാട്ടിലെ 3 മണ്ഡലങ്ങളിലും വലിയ രീതിയിലുള്ള ഭൂരിപക്ഷത്തോടെ UDF വിജയം കൈവരിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം മഞ്ചേശ്വരം UDF വലിയ മാർജിനിൽ നിലനിർത്തുകയും അതുപോലെ തന്നെ കാസർഗോഡ് മണ്ഡലം നിലനിർത്താനും UDFന് സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാസർഗോട്ടെ ഏറ്റവും വലിയ അത്ഭുതം നടക്കാൻ പോകുന്നത് തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യറാണ്. LDFന്റെ ഉരുക്കുകോട്ടയായ ചെങ്കോട്ടയായ തൃക്കരിപ്പൂർ സന്ദീപ് വാര്യർ ഇത്തവണ ചെങ്കോട്ട തകർത്ത് പുതിയ കോൺഗ്രസ് കോട്ട പണിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിന്റെ എല്ലാ ലക്ഷണങ്ങളും തൃക്കരിപ്പൂരിൽ നിന്ന് ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞതാണ്. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം പേരാമ്പ്ര, നാദാപുരം, ബേപ്പൂര്, കോഴിക്കോട് സൗത്ത്, കുന്നമംഗലം എന്നു തുടങ്ങിയ 5ഓളം മണ്ഡലങ്ങൾ കോഴിക്കോട് ജില്ലയിൽ നിന്ന് UDFന് അനുകൂലമായിട്ട് വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ തന്നെ കോഴിക്കോട് നോർത്തും പേരാമ്പ്രയും ബേപ്പൂരും വലിയ രീതിയിലുള്ള മത്സരം നടക്കുന്നുണ്ട്. പേരാമ്പ്രയിൽ മത്സരിക്കുന്നത് LDF കൺവീനർ കൂടിയായ TP രാമകൃഷ്ണനാണ്. അദ്ദേഹം ഇത്തവണ പരാജയപ്പെടുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഏറ്റവും വലിയ അത്ഭുതം നടക്കാൻ പോകുന്നത് ബേപ്പൂരിലാണ്. നിലവിലെ മന്ത്രിയായ റിയാസ്
ബേപ്പൂരിൽ തോറ്റ് തുന്നം പാറുമെന്നുള്ള കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. വലിയ രീതിയിലാണ് PV അൻവർ എന്ന UDFന്റെ ചുമക്കെട്ടെ ബേപ്പൂരിനെ സ്വാധീനിച്ചിരിക്കുന്നത്. മാത്രമല്ല കുന്നമംഗലത്തും തിരുവമ്പാടിയിലും കടുത്ത മത്സരം നടക്കുമെന്നും ഒരുപക്ഷെ കുന്നമംഗലം പിടിച്ചെടുക്കാനുള്ള സാധ്യത കൂടുതലാണെന്നും തിരുവമ്പാടിയും ഒരുപക്ഷെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞേക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മൊത്തത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം പ്രതീക്ഷയുടെ പുതിയ പുലരിയുമായാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വവും മുസ്ലിം ലീഗിന്റെ കട്ട സപ്പോർട്ടും കൂട്ടായി നിന്നപ്പോൾ അത് കേവലം ഒരു സഖ്യമായി മാത്രമല്ല മാറിയത്, ജനങ്ങളുടെ വിശ്വാസം നേടിയ പ്രതീക്ഷകൾ കാക്കാൻ കഴിയുന്ന ഒരു ശക്തിയായാണ് UDF എന്ന സഖ്യം മാറിയത്. വർഷങ്ങളായി നിലനിൽക്കുന്ന രാഷ്ട്രീയ പാരമ്പര്യം, ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം, ഇതൊക്കെ തന്നെയാണ് UDFനെ വലിയൊരു ശക്തിയാക്കി ഇതിനോടകം തന്നെ മാറ്റിയിട്ടുള്ളത്. ജനവിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്താത്ത, തങ്ങളുടെ കോട്ടകൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്ന മുസ്ലിം ലീഗ് തന്നെയാണ് UDFന്റെ ബാക്ക് ബോൺ. നേതൃത്വത്തിൽ കേരള രാഷ്ട്രീയത്തിന്റെ മുഖ്യധാര ദിശ കാണിച്ച കോൺഗ്രസ് എന്ന പാർട്ടിയും. ഈ കണക്കുകൂട്ടലുകൾ എല്ലാം ശരിയാണെങ്കിൽ കേരളത്തിൽ പിറക്കാൻ പോകുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പുതിയ യുഗമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? UDF എത്ര സീറ്റ് നേടും? 100 സീറ്റുകൾ നേടുമെന്നുള്ള എന്റെ വീക്ഷണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ദയവായി കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു.